വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലൈഫില് ആർക്ക് വേണ്ടി എന്നവരെ ഇതുപോലെ ഓർക്കൊഴിഞ്ഞിരുന്നിട്ടില്ല. അപ്പോഴല്ലേ ഇവക്ക് വേണ്ടി. ഓ, ഏത് നേരത്താണോ നിനക്ക് സ്വിമ്മിംഗ് പൂളിൽ വീഴാൻ തോന്നിയേ? പാവം എന്റെ അനന്റെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ മുടക്കിയപ്പം നിനക്ക് സമാധാനായല്ലോ. ഒക്കെ കാട്ടിക്കൂട്ടിട്ട് വന്ന് കിടക്കണ കിടത്തം കണ്ടില്ലേ? ഈ സാം അവരെ കൊണ്ടാക്കാൻ പോയിട്ട് എത്ര നേരെ എതിരായിട്ടും വന്നില്ലല്ലോ. എനിക്കാണെങ്കിൽ നല്ല ഉറക്കവും വരുന്നുണ്ട്. ഇനി എത്ര നേരം കാത്തിരിക്കേണ്ടി വരും എന്തോ. ശിവ, ജമ്മു, ഒരു ശ്വാസം എടുത്തേനാണോ? ഒരു നിമിഷം കൊണ്ട് മനുഷ്യനങ്ങ് ഇല്ലാണ്ടായി. എക്സ്ക്യൂസ് മീ സർ. യാ, കം. സർ, ഐ ആം സിസ്റ്റർ കല്യാണി. ആരുടെ സിസ്റ്റർ? അയ്യോ, ആരുടെയല്ല സർ, ഹോസ്പിറ്റലിലെ ഐ മീൻ നേഴ്സാ. ഓ സോറി, ഞാൻ പെട്ടെന്ന്. ഇറ്റ്സ് ഓക്കേ സർ. അല്ല, എഫോർഡിന്റെ ലീഡറല്ലേ സർ? അതെ. അല്ല സർ, ഗേൾഫ്രണ്ടിനെ എന്താ പറ്റി? ഗേൾഫ്രണ്ടോ? ആരെ ഗേൾഫ്രണ്ട്? എന്റെ ഗേൾഫ്രണ്ട് ഒന്നല്ല. സോറി സർ, പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ കരുതി. ഓവർ കരുതണ്ട കേട്ടാ. സർ, ദ കഞ്ഞി. എനിക്കൊന്നും വേണ്ട, എനിക്ക് കഞ്ഞി ഒട്ടും ഇഷ്ടമല്ല. അയ്യോ സാറിനല്ല, മേഡത്തിന്. മേഡത്തിനോ? നിങ്ങളെ മേഡത്തിനുള്ളത് എന്റെ കയ്യിൽ എന്തിനാ കൊണ്ടു തരുന്നേ? അയ്യോ, ഈ സാറിന്റെ ഒരു കാര്യേ, അത് എന്റെ മേഡത്തിനുള്ളതല്ല. ഇവിടെ കിടക്കുന്നില്ലേ ഈ പേഷ്യന്റ് മേഡം, ഈ മേഡത്തിനുള്ളതാ. ഓ, അവക്ക് കൊണ്ടുവന്നതാണെങ്കിൽ അവക്ക് കൊടുക്ക്. എന്റെ കയ്യിൽ തന്നിട്ട് എന്താ കാര്യം? അത് പിന്നെ മേഡം കിടക്കുമല്ലേ, അത് മാത്രല്ല കയ്യിൽ രണ്ടിലും ഡ്രിപ്സ് ഇട്ടതുകൊണ്ടേ അവർക്കൊറ്റയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല. അത് ശരി, കഴിക്കാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞോണ്ടും പേരെന്തിനാ കൊണ്ടുവന്നേ? അയ്യോ സർ, കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവരെ വിടാൻ പറ്റുമോ? എന്തായാലും ഞാൻ ഇപ്പൊ കഴിച്ചേ പറ്റൂ. കഴിക്കാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾ എന്നെ പറയുന്നേ, കഴിക്കും വേണമെന്ന് നിങ്ങൾ എന്നെ പറയുന്നേ. ഇപ്പൊ ശരിക്കും എന്താ വേണ്ടേ? അത് മാഡത്തിനെ എണീപ്പിച്ചിരുത്തിച്ച് ഈ കഞ്ഞി ഒന്ന് കോരി കൊടുക്കണം. ആ, എന്നാ പിന്നെ സംസാരിച്ചിട്ടാതെ അതങ്ങ് ചെയ്യേ. അയ്യോ ഞാനല്ല. പിന്നെ ആര്? ഞാനോ? അതെ സർ. ഞാനോ? അതെ സർ, ഇന്ന് ഡ്യൂട്ടി ഡോക്ടർ കുറവാ, അതുകൊണ്ട് ഞാൻ വേണം ഒരു ചെക്കിങ്ങിനൊക്കെ പോവാൻ. അപ്പൊ ഇത് ഏൽപ്പിച്ചിട്ട് പോവാലോന്ന് വിചാരിച്ചിട്ടാ. സാറ് മറക്കാതെ മാഡത്തിനെ കൊണ്ട് കുറച്ചെങ്കിലും കൊടുപ്പിക്കണേ. അതൊന്നും പറ്റത്തില്ല. ഇത്രയും വലിയ ഹോസ്പിറ്റലായിട്ട് ഈ ഒരു ഫെസിലിറ്റീസ് ഇല്ലെന്ന് പറഞ്ഞങ്ങനെ അതൊന്നും പറ്റത്തില്ല. ആരെങ്കിലും പോയി വരാൻ പറയും, വന്നിട്ട് അവർക്ക് കഞ്ഞി കോരി കൊടുക്കാൻ പറയും. എന്നോടൊന്നും പറ്റത്തില്ല. അയ്യോ സർ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരു എമർജൻസി കേസ് ഉണ്ടായിട്ടെ എല്ലാരും ഓപ്പറേഷൻ തിയേറ്ററിലാ. ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ 2 ടോപ്പ് നേഴ്സാ ഉള്ളത്. അവരാണെങ്കിൽ ഡെലിവറി കേസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയേക്കുവാ. അതുകൊണ്ടാ സർ, പ്ലീസ്. ഞാനിത് ഇവിടെ വെച്ചിട്ട് പോവാം. സാറ് മറക്കാതെ ഇത്തിരി ചേട്ട് സ്പൂണില് കോരി കൊടുക്കണേ. ഏത് നേരത്തോളം നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ വീഴാൻ തോന്നിയേ? സർ, വെച്ചിട്ട് പോ. ഓക്കേ സർ. കഞ്ഞി കോരി കൊടുക്കണം പോലും ഇപ്പൊ കൊടുത്തു തന്നെ. വേണമെങ്കിൽ താനെ എണീച്ച് കഴിച്ചോളും. എന്നെ എത്ര വെള്ളം കുടിപ്പിച്ചതാ, അപ്പോഴല്ലേ ഞാൻ അവളെ കഞ്ഞി കുടിപ്പിക്കാൻ. ഇപ്പൊ കിട്ടിയ തന്നെ. അർജുൻ, അവള് നിന്റെ അനിയത്തിക്ക് വേണ്ടിട്ടാ ആ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നേ. അപ്പോ നിന്റെ വീട്ടിൽ വെച്ച് സംഭവിച്ച ഈ ആക്സിഡന്റിന് നീയാണ് പൂർണ്ണ ഉത്തരവാദിത്വം. അപ്പൊ പിന്നെ അവളെ ടേക്ക് കെയർ ചെയ്യേണ്ടത് നിന്റെ കടമയല്ലേ? അങ്ങനെ ഒരു കണക്കുമില്ല. അവള് വന്ന് വീണേന് ഞാൻ എന്ത് ചെയ്യാനാ? അർജുൻ, ഇവള് നിന്റെ അന്നന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഇവക്ക് എന്തെങ്കിലും പറ്റിയെന്ന് അന്ന അറിഞ്ഞ പിന്നെ അവൾ ഒരിക്കലും നിന്നോട് ക്ഷമിക്കത്തില്ല. ഇവളെ കഞ്ഞി കുടിപ്പിക്കണം, അതല്ലേ ഉള്ളൂ. അത് ഞാൻ തന്നെ കൊടുക്കണം എന്ന് നിർബന്ധം. എനിക്ക് വേണ്ടി ചങ്ക് പറിച്ചു തരുന്ന 2 സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടാവുമ്പോ ഞാൻ എന്തിനു പേടിക്കണം? സാം, ഓ കാലമാട ഉറങ്ങണ കണ്ടില്ലേ? ഞാനോട് ഉറക്കം വെച്ച് നിൽക്കുക. അപ്പഴാ കൂർക്കം വലിച്ച അവന്റെ ഒടുക്ക തുറക്കം. അല്ലേലും ഇവന് ഉറക്കത്തിന് അഡിക്റ്റ് അല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഭൂമി പിളർന്ന് വീണെന്ന് പറഞ്ഞാലും അവൻ എണീക്കത്തില്ല. റോക്കി, റോക്കി, ദേ സാറേ, ഞങ്ങൾ ആരാന്നറിയാലോ? ആവശ്യമില്ലാതെ ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്ത
പിന്നെ നടക്കണത് വേറെയാ, പറഞ്ഞേക്കാം. അവനായിരുന്നു ഏക പ്രതീക്ഷ, അതും പോയി കിട്ടി. സാം ആണെങ്കിൽ അവരെ കൊണ്ടാക്കി വരുമ്പത്തേക്കും ഒരു ടൈം ആവുകയും ചെയ്യും. ഇനിയിപ്പോ ഇവള് കഴിക്കാതെ എന്തിനു പറ്റിയാലോ? ശിവ, 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 എണീക്ക്, കഞ്ഞി കുടിക്കാനുണ്ട്. ഇവക്ക് ശരിക്കും കേക്കാത്തതോ അതോ കേട്ടിട്ട് എണീക്കാത്തതോ പറയാൻ പറ്റത്തില്ല. ഇവളെ റിവെഞ്ചിന്റെ നിറകൂടവാ, എപ്പോ വേണമെങ്കിലും റിവെഞ്ച് എടുത്തെന്നിരിക്കും. അതുകൊണ്ട് എന്തിനാ റിസ്ക്? മുഖത്ത് വെള്ളം തെളിച്ച ആരായാലും എണീക്കാതിരിക്കത്തില്ലല്ലോ. ആരുടെ മോളെ നിന്റെ കളി? ഈ അർജുൻ ആരാന്നേ നിനക്ക് ഇപ്പോഴും തികച്ചറിഞ്ഞിട്ടില്ല. ഇപ്പൊ കൊറിയനിലെത്തിയപ്പോ നമ്മളൊന്നും വേണ്ടല്ലേടി? അങ്ങനൊന്നുമില്ലടി. അത് പിന്നെ അവിടുത്തെ നമ്മളെ കോളേജ് ടൈമും ഇവിടുത്തെ ടൈമും ഡിഫറെന്റ് അല്ലേ? ഞാൻ നിന്നെ വിളിക്കുമ്പോഴൊക്കെ നീ കോളേജിലായിരിക്കും, നീ എന്നെ വിളിക്കുമ്പോഴോ ഞാനും കോളേജിലായിരിക്കും. അതുകൊണ്ടല്ലേടാ. അതൊക്കെ പോട്ടെ, ബാക്കിയുള്ളവരൊക്കെ എന്തേ? അമ്മയും അമ്മമ്മയും ടീച്ചേട്ടനും അമ്മയും കൂടി ഇരുന്ന് എന്തോ താത പറയാ. പിന്നെ ശിവയാണെങ്കിൽ അവള് അമ്മമ്മ ജോലി ചെയ്യുന്ന വീടില്ലേ, ആ വീട്ടില് ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഓ, വീടിന് അടുത്തായിരിക്കല്ലേ? ആടി, പക്ഷെ പാർട്ടി വേറെ എവിടെ വെച്ചാ പോലും, അതുകൊണ്ട് അവര് കൊണ്ടുപോയതാ. ഓ, അത് ശരി. അല്ല, ശ്രീകുട്ടിയാ? അവള് ഉറങ്ങി. അത് ശരി. അല്ല, കൊറിയനത്തെ കോളേജ് ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? നാട്ടിൽ അത്ര ഇല്ലെങ്കിലും കൊള്ളാം. അതിനെന്തെങ്കിലും സെറ്റ് ആയോ? ഓ, പിന്നെ ഞാനിപ്പോ അതിനല്ലേ നടക്കുന്നേ. ഓ, നീ അങ്ങോട്ട് പോയില്ലെങ്കിലും നിന്റെ സൗന്ദര്യത്തിനും ഭംഗിക്കും വീഴാത്ത ആരെങ്കിലും ഉണ്ടാവോ? അതും നീയാണെങ്കിൽ ഒന്നാമതൊരു നാടൻ ലുക്കിലാ നടക്കല്. അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരു കൊറിയന് നിന്നോട് കഷ്ടടിക്കാതെ ഇരിക്കത്തില്ലല്ലോ. അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ കണ്ടോടത്തോളം എല്ലാരും നല്ല ഫ്രണ്ട്ലി ആണേ. അപ്പോ അവിടെ ഒന്നും സെറ്റ് ആവാൻ വഴിയില്ല. ആർക്കറിയാം? അല്ല, നിനക്കപ്പോ ആരോട് പ്രശ്നം തോന്നിയില്ലേ? എന്നെ പറ്റി നിനക്ക് അറിഞ്ഞൂടേടി. എനിക്കിങ്ങനെ പെട്ടെന്ന് കണ്ട പാടൊന്നും അങ്ങനെ തോന്നത്തില്ല. അതായത് ഈ ലവ് എന്നൊക്കെ പറയുന്നത് അറിഞ്ഞോണ്ട് വരേണ്ടതല്ലെന്നേ. നമ്മളെന്നെ അറിയാതെ നമുക്കുള്ളില് നമ്മളെ കണ്ണുകളിൽ വരുന്ന ആ ഒരു ഫീലിംഗ്, അതാ കണ്ണില് ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഫീല് വരണന്നേ. എങ്ങനെ കണ്ണിൽ വരുന്ന ഫീലും കാത്തുകുത്തിരുന്നാലേ മൂക്കില് പല്ല് മുളയ്ക്കും. അതൊന്നും നിനക്ക് പറഞ്ഞാ മനസ്സിലാവത്തില്ലടി. ഞാൻ പറയണതേ അതായത് മതി മഹാളെ, ഇത് ഇത്ര കൊല്ലായിട്ടും ഞാനും കേട്ടോണ്ടിരിക്കുന്നതല്ലേ. നിനക്ക് കാണുമ്പോ തന്നെ കണ്ണിലാ സ്പാർക്ക് വരണം, അതല്ലേ? അത് എനിക്ക് മാത്രം വന്നാ പോരാ, അവരും അതുപോലെ ആയിരിക്കണം. ഞങ്ങള് മീറ്റ് ചെയ്യുന്ന സമയത്തെ ചുറ്റും നിശബ്ദരായിരിക്കണം, ഒരു സൗണ്ടും കേൾക്കരുത്. നല്ല അടിപൊളി ഫേവറേറ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നല്ല തണുത്ത കാറ്റ്. ഇതൊക്കെ കുറച്ച് കൂടി പോയില്ല മകളെ? ഒരു കൂടുതലില്ല. ഈ ശ്രീധുന്റെ ലൈഫിൽ ഒരാളുണ്ടെങ്കിലേ അത് ഇങ്ങനെ ആയിരിക്കും. കാണാം കാണാം. അല്ല, ഇത് ഫാമല്ലേ? അതിനെന്തിനാ ഇത്ര ഓർമ്മടിക്കുന്നേ? എടി, ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ. ഓക്കേടി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. മോൻ സാം, ഇപ്പൊ എന്തായാലും നീ അവളെ ചേച്ചിനെ കൊണ്ടേ പറ്റൂ. കാരണം ഇപ്പൊ അവളെ കൂടെ അവളെ ചേച്ചി നിർബന്ധ. അത് ചേച്ചി, അത് പിന്നെ പാർട്ടി കഴിഞ്ഞ് ശിവ എത്തിയിട്ടുണ്ടാവില്ലേ? അവളെ കൂട്ടാൻ വരാൻ വേണ്ടി വിളിക്കാനാണോ? നിക്കട്ടോ, അമ്മനോട് പറഞ്ഞിട്ട് ഇപ്പൊ വരാം. അയ്യോ, അതല്ല ചേച്ചി, അത് പിന്നെ ചേച്ചി എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരോ? ഹോസ്പിറ്റലിലേക്കോ? എന്താ പറ്റി? അത് പിന്നെ ശിവ. ചേച്ചി പേടിക്കാൻ മാത്രം ഒന്നുമില്ല, അവളിപ്പോ ഓക്കെയാ. വെള്ളത്തിൽ വീണോണ്ട് അവക്ക് അവക്ക് ഈ സ്വിമ്മിംഗ് പൂള്, പുഴ, തോട്, കുളം എന്നൊക്കെ പറയുന്നത് നല്ല പേടിയാ. ചെറുപ്പം മുതലേ അതൊക്കെ കണ്ടാ നല്ല പേടിക്കും. ഒരു വട്ടം ചെറുപ്പത്തിൽ ഇതേപോലെയാ, കുളത്തിൽ വീണിട്ട് ശ്വാസം കിട്ടാതെ കുറെ ഞങ്ങൾ പെടാപ്പാട് പെട്ടിട്ടുണ്ട്. അല്ല, ഇപ്പൊ അവള് ഓക്കെ അല്ലേ? അതെ ചേച്ചി, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ചേച്ചി പേടിക്കല്ലേ, അവള് ഓക്കെയാന്നേ. ഒരു ധൈര്യത്തിന് ചേച്ചിനെയും കൂടെ കൊണ്ടുപോകാന്ന് കരുതിട്ടാ. വീട്ടിൽ വേറെ ആരെങ്കിലും അറിഞ്ഞാ അവരാ കൂടെ ടെൻഷൻ ആവത്തില്ലേ? ഒന്നാമത് അമ്മമ്മയ്ക്ക് വയ്യെന്ന് ആദ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതാ. അതെ സാം, അമ്മമ്മേന്റെ സർജറി അടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം, അമ്മനോടും അമ്മമ്മയോടും എന്തെങ്കിലും പറഞ്ഞിട്ടേ ഞാനിപ്പോ തന്നെ വരാം. നീ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഓക്കെ ചേച്ചി. എന്തോന്നിത്? കഞ്ഞി. അതെന്തിനാ നീ എനിക്ക് തരുന്നേ? നേർച്ച ഉണ്ടായിട്ട്.
ആരില്ലാതായി പോയി. ഓറ്റുങ്ങൾ രണ്ടുപേരും നല്ല കൂർക്കം വലിച്ച് ഉറങ്ങുക. നീ എങ്ങാനും ഈ കഞ്ഞി കുടിക്കാണ്ട് ഇനി തട്ടിപ്പോയാ അതും എന്റെ പേരിൽ വരത്തില്ലേ? അതുകൊണ്ടാ എല്ലാം എന്റെ അന്നയ്ക്ക് വേണ്ടി മാത്രം. എന്തേ റിവെഞ്ച് എടുക്കാണോ? തൂണിലും തുരുമ്പിലൊക്കെ റിവെഞ്ച് റിവെഞ്ച് മാത്രം ഓടാണോ? ദേ പേഷ്യന്റ് ആയി പോയി. അല്ലാന്നുണ്ടെങ്കിൽ ദേ വാ തുറക്ക് പെണ്ണേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെന്ന് പറഞ്ഞ വേണ്ടെന്ന് പറഞ്ഞ വേണ്ട, അത്രേ ഉള്ളൂ. എന്നാലുണ്ടല്ലോ ഈ ഒരു അവസ്ഥയിലും നിന്റെ അഹങ്കാരം അത് കാണുമ്പോഴേ എനിക്കങ്ങ് തരുത്ത വരുവാ. കുറച്ച് കഞ്ഞി കുടിക്കേ, മാറിക്കോളും. അർജുൻ, ഇത് നിന്റെ കലിപ്പ് കാണിക്കേണ്ട നേരല്ല. ഇവളെങ്ങാനും ഈ കഞ്ഞി കുടിക്കാതെ തട്ടിപ്പോയാ പിന്നെ നീ അന്നയ്ക്ക് എന്തുത്തരം പറയും? നോക്ക്, നമ്മള് എനിമീസ് ആണെന്നുള്ളതൊക്കെ സത്യ. ബട്ട് ഇപ്പൊ നീ ഒരു പേഷ്യന്റാ. നിന്നെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയും. കാരണം നീ ഹെൽത്തി ആയിട്ട് വരുന്ന ഞാൻ അന്നയ്ക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്തതാ. എനിക്ക് ആ പ്രോമിസ് നിറവേറ്റിയേ പറ്റൂ. അതുകൊണ്ട് വാ തുറക്ക്, തുറക്ക്, തുറക്ക്. ചിലപ്പം കഞ്ഞി ഇഷ്ടമില്ലാത്തോണ്ടായിരിക്കും. നിനക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറ, ഞാനേ മേടിച്ചോണ്ടരാം. എനിക്ക് ഒന്നും വേണ്ട, ഒരിക്കൽ സമാധാനം തന്നാ മതി. ഇവളോട് എങ്ങനൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. നിന്നെ അങ്ങനെ വഴിക്ക് കൊണ്ടുവരണേ എനിക്കറിയാം. നോക്ക്, വേണമെങ്കിൽ കുടിച്ചാ മതി. നീ കഞ്ഞി കുടിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിന്റെ അമ്മമ്മനോടെ ഞങ്ങള് പാർട്ടി പുറത്ത് വെച്ച് നടക്കണമെന്ന് പറഞ്ഞിട്ടാ അവിടുന്ന് എല്ലാരും കൂട്ടിങ്ങോട്ട് പോന്നേ. നീ സ്വിമ്മിംഗ് പൂളിൽ വീണ കാര്യോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യോ ഒന്നും നിന്റെ അമ്മമ്മയ്ക്ക് അറിയത്തില്ല. നീ കഞ്ഞി കുടിക്കുന്നില്ലെങ്കിൽ പറ, ഞാന് നിന്റെ അമ്മമ്മനെ അറിയിച്ചോളാന്നേ. അതാവുമ്പം അവര് വന്ന് കോരി തന്നാ നീ കുടിക്കാണ്ടിരിക്കത്തില്ലല്ലോ. പറ, എന്താ ചെയ്യണ്ടേ? വിളിക്കണോ? അതിപ്പോ ആര് വന്നിട്ട് കാര്യമില്ല. ഈ അർജുൻ എപ്പോഴും അർജുൻ തന്നെയായിരിക്കും. മരേക്ക് വാ കാണിക്കേ. എന്നാ ഓക്കെ, നിന്റെ അമ്മമ്മനെ വിളിപ്പിച്ചേ. നിന്റെ അമ്മമ്മ പാട്ടൊക്കെ പാടി കഥയൊക്കെ പറഞ്ഞെന്ന് ആക്കം പോലെ പാടി തന്നോളൂ. അപ്പൊ ആസ്വദിച്ച് കഴിക്കട്ടോ. അത് പതുക്കെ പതുക്കെ കഴിക്കേ. ഈ ഒറ്റൊരു ഭയം കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ അമ്മമ്മനെ അത് 5 minutes later. രാജദ്രോഹികള് എന്റെ ഉറക്കം കളഞ്ഞിട്ട് രണ്ടെണ്ണം കൂടെ ഉറങ്ങണ കണ്ടില്ലേ? ഓ, ഇനി അടുത്ത് എന്ത് തലവേനായിട്ടാണോ വന്നിട്ടുള്ളത്? അകത്തേക്ക് വാ. എന്തേ മാഡം എണീച്ചോണ്ട് ഇനിയിപ്പോ ഞാൻ തട്ടി ഉറക്കണായിരിക്കും അല്ലേ? നിന്നെ ഞാൻ പിന്നെ നോക്കിക്കൊള്ളാം കേട്ടാ. അല്ല, ഇപ്പൊ എന്തിനാ വന്നേ? വേഗം പറ. അത് സർ, മാഡത്തിന് ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് ലാബിലേക്ക് കൊണ്ടുവരാൻ ഡോക്ടർ പറഞ്ഞായിരുന്നു. ഒന്ന് മാഡത്തിന് എടുത്ത് ഇതിലിരുത്തിച്ച് തന്നാ. എന്താ? എങ്ങനെ? മാഡത്തിന് ഞാൻ എടുത്തിരുത്തി തരണല്ലേ? എനിക്ക് സൗകര്യമില്ല. വേണമെങ്കിൽ നിങ്ങൾ മാഡേ എണീച്ചോന്ന് ഇരുന്നോളും. സിസ്റ്റർ, ഞാൻ എന്നെ എണീക്കാം. നിങ്ങളൊന്ന് ജസ്റ്റ് കൈയൊന്ന് പിടിച്ചാ മതി. അയ്യോ മാഡം, ഓവർ സ്ട്രെയിൻ ചെയ്യാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിട്ടല്ലേ. അതുകൊണ്ടാ സർ, പ്ലീസ്. മാഡത്തിന്റെ കണ്ടീഷൻ സാറിന് അറിയാലോ, അവർക്ക് നിൽക്കാൻ പോലും പറ്റത്തില്ലെന്നേ. അതുകൊണ്ടാ. എന്തൊരു കഷ്ടമാ നോക്കണേ. ഏത് നേരത്തോണോ ഇവക്ക് സ്വിമ്മിംഗ് പൂളിൽ വീഴാൻ തോന്നിയേ? എനിക്കിട്ട് കുറെ റിവെഞ്ച് തന്നതല്ലേ, അതാ ദയവായിട്ട് കണ്ടറിഞ്ഞ് നിനക്കൊരു റിവെഞ്ച് സ്പോൺസർ ചെയ്തേ. സർ, ഓ എടുക്കാം പോരെ. താങ്ക് യു സർ. Mama drinkle, come and mingle. Namma kattala, naan daan king. You're the girl I need, come back home with me. You're the only future I see. I'm so good and deep, good and day. What the
കാണുന്ന പോലെ ഒന്നല്ല ഈ പെണ്ണ്. കാണാൻ ആളൊരു ഞാഞ്ഞൂല പോലെയാണെങ്കിലും 50 കിലോ ചാക്കിന്റെ വെയിറ്റ് ഉണ്ടെന്നേ. 50 കിലോയോ? ആര് പറഞ്ഞേ? ഞാന് 50 കിലോ ഒന്നുമില്ല, വെറും 28 കിലോയേ ഉള്ളൂ. അതങ്ങടെ പള്ളി ചെന്ന് പറഞ്ഞാ മതി. എടുത്തു നിൽക്കുന്ന എനിക്ക് അറിഞ്ഞൂടെ? അത് നിനക്ക് ആരും എടുത്ത് ശീലമില്ലാത്തോണ്ടാ. അല്ലടി, ഇനി അതും കൂടെ ശീലിക്കാം. എനിക്ക് അതല്ലേ പണി. പുറത്ത് നല്ല മഴയാ, ഒന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ. നേഴ്സ് ഉണ്ടായിപ്പോയി, അല്ലാന്നുണ്ടെങ്കിൽ. അതന്നെ എനിക്ക് പറയാനുള്ളത്, നേഴ്സ് ഉണ്ടായിപ്പോയി, അല്ലാന്നുണ്ടെങ്കിൽ. 5 minutes later. അല്ല, ഇവർ രണ്ടിരുന്ന് എവിടെ പോയി? ഓ, ചിലപ്പം എന്തൊരു ടെസ്റ്റ് എടുക്കാൻ പോയതേക്കും. ഓ, ഇരുന്നിരുന്ന് എന്റെ നാട് ഒടിഞ്ഞ്. കുറച്ചേരം ബെഡിലെങ്കിലും കയറി കിടക്കാം. ഓ, ഈ പണ്ടാറ ലൈറ്റ് എന്തൊരു കഷ്ടമാ. അല്ല, ശിവന്റെ ചേച്ചി എവിടെ പോയി? റിസപ്ഷനിൽ സംസാരിച്ചിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞതല്ലേ? ചിലപ്പം ശിവനെ കാണാൻ വേണ്ടി പോയതായിരിക്കും. പാവം നല്ലോണം പേടിച്ചിട്ടുണ്ട്. സാം, അർജു, ശിവ എവിടെ പോയതാടാ? അത് ശിവൻ. സാം, ശിവ, Are you okay? സാം, എന്താടാ? അത് എനിക്ക് വീൽ ചെയർ പിടിച്ച് കൈയൊക്കെ വേദനിക്കുന്നു. വാ, വന്ന് ഇത് പിടിക്കേ. ശിവന്റെ ചേച്ചിയാണോ? അവള് ടെസ്റ്റിന് വേണ്ടി പുറത്ത് പോയതാ. അത് ശരി. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ആ ചെയിന് പൊട്ടിച്ചരാം. വെയിറ്റ്, ഒരു മിനിറ്റ്. ഹലോ, എക്സ്ക്യൂസ് മീ സർ. ഇതെന്തായാലും അയക്കാൻ പറ്റത്തില്ല. കൈയെടുക്ക്, ഞാൻ പൊട്ടിച്ചരാം. അയ്യോ വേണ്ട, ഒരു മിനിറ്റ്. ഈ ചെയിൻ ഇട്ടോ. അയ്യോ, ഇത് നിന്റെ അല്ലേ? കുഴപ്പമില്ല,